നമസ്കാരം. അങ്ങനെ നമ്മൾ ഓണത്തിന്റെ ഏറ്റവും ആഘോഷം നിറഞ്ഞ ദിവസത്തിലേക്ക് എത്തിയേക്കുക അല്ലെ? കഴിഞ്ഞ 10 ദിവസമായിട്ട് അത്തം തൊട്ട് ഓരോ ദിവസങ്ങളിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ, പലതരത്തിലുള്ള ഉപചാരങ്ങളിലൂടെ, പലതരത്തിലുള്ള വർണ്ണാഭമായ പൂക്കളങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഓണനാളത്ത് ആചരിക്കുകയും ആഘോഷിക്കുകയും അനുഭവിക്കുകയുമായി അല്ലെ? അപ്പൊ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ കൂടുതൽ ആനന്ദത്തിൽ ആറാടുന്ന ദിവസമാണ്. എല്ലാ തുറയിലും എല്ലാ രീതിയിലും അത് കൾച്ചറലായിട്ടും ഒരു എക്കണോമിക്കലായിട്ടും ബിസിനസ് വൈസും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആണ് ഓണം എന്ന് പറയുന്നത് അല്ലെ? ആഘോഷങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഒത്തുചേരുന്നു. അതുപോലെ ഈ പേരിൽ ഒരുപാട് ആളുകൾക്ക് ബിസിനസ് നടക്കുന്നുണ്ട്, കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അന്നമായിട്ടും ഈ ഓണം മാറുന്നു. അപ്പോൾ ഈ ദിവസം ഓണം എന്ന് പറയുന്നത്, തിരുവോണം എന്നത് സംസ്കൃതത്തിൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് ശ്രാവണം എന്നാണ്. ശ്രാവണം. ശ്രാവണത്തില് പിന്നെ നക്ഷത്രക്കൂട്ടങ്ങളെ കാവ്യാത്മകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് 3 കാൽപാദങ്ങളിലൂടെ 3 കാൽപാദങ്ങളിലൂടെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രാവണം എന്നതാണ് ഓണമായിട്ട് മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ശ്രാവണ ദിവസത്തിലെ അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഭഗവാനായിട്ടുള്ള മഹാവിഷ്ണു ഒരു കൊച്ചുകുട്ടിയുടെ വേഷത്തിലേക്ക് അവതരിച്ചുകൊണ്ട്, ഒരു കുഞ്ഞായിട്ട് ജനിച്ച് അവതരിച്ചുകൊണ്ട് മഹായാഗം നടക്കുന്ന ആ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ അത് കേരളത്തിലല്ല, നർമ്മദാ നദീതീരത്ത് ബലിചക്രവർത്തി എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ നാമം ചിലവർ പറയുന്നത് ഇന്ദ്രസേനൻ എന്ന് പറയുന്നുണ്ട്, ചിലവർ ബലി എന്ന് പറയുന്നു. മഹാബലി പിന്നീട് ഈ സംഭവത്തിന് ശേഷമാണ്, നമ്മൾ കേട്ട പ്രശസ്തമായിട്ടുള്ള കഥയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് മഹാബലി എന്ന പേര് വരുന്നത്. അപ്പൊ ബലി ചക്രവർത്തി എന്നും പറയുന്നുണ്ട്, ഇന്ദ്രസേനൻ എന്നും അദ്ദേഹത്തിന്റെ പേര് പറയുന്നു. അപ്പൊ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് അല്ലെ? ദേവേന്ദ്രന്റെ സ്വർഗം കീഴടക്കി, അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി, അദ്ദേഹം അതിനെ വരുതിയിൽ പറ്റി. പക്ഷേ അത് ദൈവികമായിട്ടൊരു ദീക്ഷ കൂടി ലഭിക്കണമെങ്കിൽ കുറച്ച് ഉപചാരങ്ങളും കുറച്ച് യാഗങ്ങളൊക്കെ നടത്തി, ഒരു വെറുതെ കീഴടക്കിയ കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ദൈവിക ദീക്ഷ കൂടി ലഭിക്കാനായിട്ടാണ് അദ്ദേഹം വലിയ വലിയ യാഗങ്ങൾ നടത്തി. അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുന്ന സമയത്താണ് മഹാവിഷ്ണു ഒരു കൊച്ചു ബാലകനായിട്ട് വന്നിട്ട് അദ്ദേഹത്തോട് 3 അടി വന്ന് അഭ്യർത്ഥിക്കും. അപ്പൊ 3 അടി എന്ന് ചോദിക്കുമ്പോൾ ബലിചക്രവർത്തി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര ചെറിയത് ചോദിക്കുന്നത്? ലോകങ്ങളെയും ഞാൻ കീഴടക്കി വെച്ചേക്കുകയാണ്, എന്തുകൊണ്ട് നീ ഇത്രയും ചെറിയൊരു ദാനം ചോദിക്കുന്നു ചോദിച്ചപ്പോൾ വാമനൻ പറഞ്ഞൊരു ഉത്തരം വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. 3 അടി മണ്ണില് 6 അടി മണ്ണ്, അല്ലെങ്കിൽ 3 അടി മണ്ണ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ദേഹത്തിന്റെ അളവാണ് അല്ലെ? അതിൽ സംതൃപ്തി അടയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിലുള്ളതിൽ തൃപ്തി അടയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലോകങ്ങളെ കീഴടക്കിയിട്ട് വേണ്ട കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് ആര്? വാമനൻ. അത് ബലിത്തിരുമേനിക്ക് ആദ്യം കൊടുത്ത ചെറിയൊരു ഡോസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ഈഗോ വല്ലാതായിട്ട് അദ്ദേഹത്തിന് ഉയർന്നു വന്നിരുന്നു. കാരണം ഒരുപാട് ദാനശീലനായിരുന്നു അദ്ദേഹം. അതിൽ ചെറിയൊരു ഈഗോ വന്നിരുന്നു. ആ ദാനശീലം ഉണ്ടാവുന്ന ഒരു നന്മ കൊണ്ടുണ്ടാവുന്ന ഈഗോ തിന്മ കൊണ്ടായാലും നന്മ കൊണ്ടായാലും അത് അപകടം തന്നെയാണെന്ന് കാണിക്കുകയാണ് ഈ കഥയിൽ. എന്നിട്ട് വാമനൻ ചോദിക്കുന്ന 3 അടി എന്ന് പറയുന്നത്, എനിക്ക് 3 അടി സ്ഥലം ഇരുന്ന് ധ്യാനം ചെയ്യാനും അതേപോലെ മറ്റ് സ്പിരിച്വൽ പ്രാക്ടീസുകൾക്കും വേണ്ടിയിട്ടാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇത് കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്ന സമയത്ത് ശുക്രാചാര്യർ, നമ്മൾ അധികം കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ശുക്രാചാര്യർ എന്ന് പറഞ്ഞ മഹാബലിയുടെ ഗുരുവാണ്. അപ്പൊ അദ്ദേഹം ഇതിന്റെ അപകടം നേരത്തെ കണ്ടുപിടിച്ചു. ഒരുപാട് കാര്യങ്ങൾ, ഒരു 10ഓളം ശ്ലോകങ്ങളില് ഭാഗവതത്തില് 15 മുതൽ 22 വരെയുള്ള ചാപ്റ്റേഴ്സാണ് ഈ ചരിത്രം മുഴുവൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതില് ശുക്രാചാര്യര് ചാണക്യനെ പോലെ വളരെ രാജനീതികളിലൊക്കെ ഒരുപാട് അഗ്രഗണ്യനാണ്. അദ്ദേഹം വളരെ പ്രാക്ടിക്കലി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ഇതിപ്പോ ചെയ്യേണ്ട കാര്യമല്ല, ധനം എങ്ങനെ വിനിയോഗിക്കണം, 5 തലത്തിൽ എങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ എല്ലാവരും എടുത്ത് വായിച്ചു നോക്കുക. ശുക്രാചാര്യര് മഹാബലിയെ ഉപദേശിക്കുന്നുണ്ട് ഓരോ സമയത്തും. പക്ഷേ അത് അദ്ദേഹം കൃത്യമായിട്ട് ചെവിക്കൊള്ളുന്നില്ല. അതേപോലെ മറ്റൊരാളാണ് ബലിചക്രവർത്തിയുടെ ഏറ്റവും പ്രിയതമയായിട്ടുള്ള വിന്ധ്യാവലി എന്ന ഭാര്യയും അതേപോലെ ബാണൻ എന്ന മകനും അവിടെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സഹായിക്കാനുണ്ട്. ഈ വിന്ധ്യാവലിയും ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്നത് ബലിചക്രവർത്തിയുടെയും വാമനന്റെയും കഥയിൽ മാത്രം ഒതുങ്ങിക്കുക. ഒരുപാട് മറ്റ് ലെയേഴ്സും ഈ കഥയ്ക്കുണ്ട്, ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഈ വിന്ധ്യാവലി ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് ഈ ഇത് നടക്കുമ്പോൾ. അപ്പൊ ശുക്രാചാര്യർ പറഞ്ഞനുസരിച്ച് അദ്ദേഹം ചെയ്യാതെ പോകുമ്പോൾ ശുക്രാചാര്യരുടെ ഒരു ചെറിയ ശാപം ലഭിക്കുകയാണ്, നിന്റെ ഐശ്വര്യങ്ങളെല്ലാം കെട്ടുപോകട്ടെ. അപ്പോൾ ബലി പറയുന്ന ഒരു കാര്യമുണ്ട്, ദേവകൾക്കും അസുരന്മാർക്കും എല്ലാം ഈശ്വരൻ ഓരോന്ന് പകർത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ അസുരന്മാർക്ക് വിജയിപ്പിച്ചതും ആരാണ്?
നമ്മളിപ്പോൾ ദാനം കൊടുക്കാൻ പോകുന്ന ഈ വാമനൻ എന്ന് പറഞ്ഞ ആൾ നാരായണനാണെങ്കിൽ ദേവന്മാർക്കും അതേപോലെ വിജയിക്കാൻ അദ്ദേഹം അവസരം കൊടുത്തേക്കാം. അസുരന്മാർക്കൊരു കാലം, ദേവകൾക്കൊരു കാലം. വളരെ മനോഹരമായിട്ടൊരു വാക്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദാനത്തിനൊരുങ്ങുന്നത്. ദാനത്തിന് ഒരുങ്ങിക്കഴിയുമ്പോൾ അറിയാലോ, ആ കൊച്ചു കുഞ്ഞ് ത്രിലോകങ്ങൾക്കും അപ്പുറമല്ല സമസ്തമായ വിശ്വരൂപം എടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും സമസ്ത പ്രപഞ്ചത്തിനെയും രണ്ടടി കൊണ്ട് അളന്നു എന്നാണ് പറയുന്നത്. അതായത് മൂന്നാമത്തെ അടി വയ്ക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ശിരസ് കാട്ടി കൊടുക്കുകയാണ്. ഈ കാണുന്ന ലോകമെല്ലാം എന്ന അഹങ്കാരം നമുക്കെല്ലാം ഉണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് ധനം വരുമ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് ഇതെല്ലാം എൻ്റേതാണ്. ഇല്ല, നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്ത് വില കൊടുത്തും ഞാൻ ആ മണ്ണ് സ്വീകരിക്കും അല്ലേ? ആ മണ്ണ് തിരിച്ചും പറയാറുണ്ട് ഒരു നാൾ ഒരു വിലയും കൂടാതെ നിന്നെ ഞാൻ എന്നിലേക്ക് എടുപ്പിക്കും അല്ലേ? നമ്മളെല്ലാവരും കുറച്ച് ദിവസം ഇവിടെ ഉള്ളൂ. ഒരു പരിധിക്ക് അപ്പുറം നമ്മൾ ഈഗോയിസ്റ്റിക് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. അപ്പൊ ആ ഒരു സന്ദേശമാണ് ഇവിടെ തിരിച്ചറിയുകയാണ് മഹാബലി. ത്രിലോകങ്ങളെ കീഴടക്കിയെങ്കിലും ഞാൻ ഒന്നുമില്ലാതെയാണ് പോകുന്നത്. ആ ഒരു ഈഗോയിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ, അഹങ്കാരത്തെ പൂർണ്ണമായിട്ടും അവിടെ സറണ്ടർ ചെയ്യുകയാണ്. ആരുടെ മുമ്പിൽ? ആ കൊച്ചു കുഞ്ഞായിട്ടുള്ള വാമനൻ തന്നെ. ഇപ്പോഴും ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. വാമനൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തെ വരുണപാശം കൊണ്ട് ബന്ധിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ ഒരു കറക്ഷൻ നടക്കുന്നുണ്ട്. നീ എന്താണ് സമർപ്പിച്ചത്? ഓൾറെഡി നൽകിയിരിക്കുന്നത് എന്താണ്? ഈ ശരീരമാണ്. ഈ ശരീരവും ഈശ്വരനാൽ പഞ്ചഭൂതങ്ങളാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. ഈ ശിരസ് പോലും നിനക്ക് ഇല്ല. ഇതും കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ളതാണ്? ലയിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ചെറിയ മിനിസ്ക്യൂൾ ആയിട്ടുള്ള ഈഗോ കൂടി, ദേഹബോധം എന്ന പൂർണ്ണമായിട്ടുള്ള ഈഗോ കൂടി അവിടെ സറണ്ടർ ചെയ്ത് വിട്ടുകൊടുക്കുകയാണ് ആര്? മഹാബലി. പിന്നെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത് പിന്നീട് എന്നോ വന്നു ചേർന്നേക്കുന്ന, ഞാൻ വായിച്ചെടുത്ത കഥകളിലൊന്നും അങ്ങനെ പാതാളത്തിലേക്ക് പോയി എന്ന് പറയുന്നില്ല. സുതലം എന്ന സ്ഥലം, അതായത് ഈരേഴ് 14 ലോകങ്ങൾ, ഭൂമിക്ക് തൊട്ട് മുകളിലേക്ക് 7, ഭൂമിന്ന് താഴേക്ക് 7, അതില് സുതലം എന്ന തലത്തിലേക്കാണ് മഹാബലിയെ എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. പാതാളം പിന്നീടും താഴെയുള്ള നാഗലോകങ്ങളിലാണ് പാതാളം എന്ന് പറയുന്നത്. അവിടേക്കല്ല ബലിയെ കൊണ്ടുപോകുന്നത്. ബലിയെ സുതലത്തിലേക്ക് കൊണ്ടുപോയിട്ട് 2 കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കും അദ്ദേഹത്തിന്റെ വാക്കിന്റെ വിലയ്ക്കുമെല്ലാം സകലതും പോയെങ്കിലും ആ വാക്ക് പാലിക്കുക എന്നുള്ള വലിയൊരു കാര്യം ചെയ്തതിന് ബലിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി. കൂടാതെ മറ്റൊരു വരം കൂടി നൽകുന്നത് എന്താണ്? ഇനിയുള്ള ഒരു കുറെ കാലം, അതായത് ഇപ്പോ നടക്കുന്ന 7ാമത്തെ മന്വന്തരാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തില് 7ാമത്തെ വൈവസ്വത മനുവാണ് ഈ മന്വന്തരമാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി അടുത്ത മന്വന്തരത്തിലാണ് അന്ന് 2ാമത് പുതിയ ആത്മാക്കൾ അവിടെ വന്ന് ജോയിൻ. അപ്പോൾ ആ സാവർണിക മന്വന്തരം, അടുത്ത മന്വന്തരത്തില് 8ാമത്തെ മന്വന്തരമായിട്ട് സാവർണിക മന്വന്തരത്തില് നീ എന്തായി മാറും? ഇന്ദ്രപദവി അലങ്കരിക്കും. അതുവരെയുള്ള കാലം സുതലം എന്ന സ്ഥലത്ത് ഞാൻ പൂർണ്ണമായിട്ട് നിനക്ക് കാവൽ നിന്നുകൊണ്ട് ഇതുവരെയുള്ള കാലഘട്ടം മുഴുവൻ നിന്റെ ദാസനായിട്ട്, ഭക്തരുടെ ദാസനാണ് ഭഗവാൻ എന്നാണ് പ്രത്യേകിച്ച് വിഷ്ണു ഭാഗവതത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ബലിയെ കൈവെടിയുകയല്ല ചെയ്യുന്നത്. താൻ ചെയ്തതിന് തെറ്റാണെങ്കിൽ തന്നെ അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് സദാ ആയുധങ്ങളുമായിട്ട് ബലിചക്രവർത്തിക്ക് കാവൽ നിൽക്കുകയാണ് ഇന്നും വാമനൻ. ഇന്നും ആ വിഷ്ണു ഭഗവാൻ വാമന രൂപത്തിൽ നിൽക്കുന്ന വിഷ്ണു ഭഗവാൻ തന്റെ സ്വന്തം ആയുധങ്ങളുമെല്ലാമായിട്ട് ആ സുതലത്തിലെ മഹാബലി ചക്രവർത്തി അദ്ദേഹത്തിനും കുടുംബത്തിനും കാവൽ നിൽക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ചിരഞ്ജീവികളിൽ ഒരാളായിട്ട് മഹാബലിയെ ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ശിക്ഷിക്കുകയായിരുന്നില്ല, രക്ഷിക്കുകയായിരുന്നു ചെയ്തത്. എന്തിൽ നിന്ന്? മിഥ്യയായിട്ടുള്ള ദേഹാഭിമാനത്തിൽ നിന്നും ഈ കാണുന്നതെല്ലാമാണ് എൻ്റെ സ്വത്തെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു അജ്ഞതയിൽ നിന്നും. ഇതിനും അപ്പുറത്ത് ഒരുപാട് നമ്മളെ കണ്ടെത്താനുണ്ട്. അനന്തമായ അനശ്വരമായ ദൈവീകത നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിലേക്ക് പരിശ്രമിക്കാനായിട്ട് തടസ്സങ്ങൾ വന്നത്, ഇങ്ങനെയുള്ള പല മായക്കാഴ്ചകളും തടസ്സങ്ങൾ വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ വന്നത് വാമൻ എന്ന ഭാവത്തോടെ വന്നിട്ട് അതിനെ മുഴുവൻ കഴുകിക്കളഞ്ഞ് മഹാബലി എന്ന ആ മഹാചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് പിന്നീട് വന്നു ചേർന്ന ഏതോ ഒരു കഥയാകാം. ഭാഗവത പ്രകാരം എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തെ നയിക്കുന്നത്. ഇന്നും അദ്ദേഹം അവിടെ നിലകൊള്ളുന്നു. പിന്നെ വർഷത്തിലൊരിക്കൽ, ചില കഥകളുണ്ട്, വർഷത്തിലൊരിക്കൽ നമ്മൾ നാട് കാണാനായിട്ട് വരുന്നു. അപ്പോൾ കേരളത്തിലേക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിലേക്ക് മാത്രമല്ല, ലോകം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ബലിചക്രവർത്തിയുടെ കീഴിലായിരുന്നു. അപ്പോൾ ലോകത്തെ മുഴുവൻ കാണാൻ വരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള കഥയാണ് ഈ ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധത്തിലെ 15 മുതൽ 20 വരെയുള്ള കാലഘട്ടം.